അപ്പോൾ അടുത്തത് നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കാട്ടിലെ പുലി നാട്ടിൽ ഇറങ്ങിയാൽ അത് മുരുകനുള്ളതാണ്. ഈ സംഭാഷണം ആര് ആരോട് പറയുന്നതാണ്? എ. ഡാഡി ഗിരിജയോട് മൂപ്പൻ, ബി. സുരാജ് ബാലയോട്, സി. ലാൽ നോബിയോട്. എനിക്ക് രണ്ടാണ്. ഒന്ന് ലാൽ ഇതിനോടും സുരാജ് ബാല. കാരണം ഡാഡി ഗിരിജയുടെ ഇത് പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സുരാജ് അവര് സുരാജ് ഏട്ടൻ്റെ ഒരു സുരാജ് ഏട്ടനാണ് ബാലയോട് പറയുന്നത്. കാരണം സുരാജ് ഏട്ടൻ ബാലയോട് 20 സെക്കൻഡേ ഉള്ളൂ, സോറി. ബി. സുരാജ് ബാലയോട് ഞാൻ എടുത്തു വെച്ച് പൂട്ടി. ഓക്കെ. മണിക്കുട്ടൻ ഇത്രയും ഭയങ്കര രസമായിട്ട് പാടിയോണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പ്രേക്ഷകർക്ക് ഒരു പാട്ടും കൂടെ കേൾക്കാൻ താല്പര്യമുണ്ടായിരിക്കും. സാറിൻ്റെ ആയിരിക്കും ഇനി? അല്ല, ഞാനിവിടെ സ്ഥിരമായിട്ടിരുന്ന് പാടി അവരിനി ഈ വരുന്ന ഗസ്റ്റുകൾ എങ്ങനെ പാടും എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. എനിക്ക് പാടാൻ ആഗ്രഹം കുഴപ്പമില്ല. കാരണം ആൾക്കാർ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ 2020 അനുഭവിച്ചു കഴിഞ്ഞു. ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ പാട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നം അവരുടെ ലൈഫിൽ ഉണ്ടാക്കില്ല. ഇന്നൊരു പാട്ടും കൂടെ അല്ലേ സാർ? മനസ്സെല്ലാം പന്തലിട്ട് മല്ലിക്കൊടിயாக ഉണ്ണ வச்சேன், உசுருக்குள் கோவில் கட்டி அங்க கொலு வச்சு கொண்டாடினேன். மழை பெஞ்சால் பெய்யும் மண் வாசம், உன்னை நினைச்சாலே பூவாசம் தான். மலமே விளக்காய் ஏத்தி வைப்பேன், உன்னை படம் போல் மனசே மாட்டி வைப்பேன். ரோசாப்பூ சின்ன ரோசாப்பூ, உன் பேரை சொல்லும் ரோசாப்பூ. ராசாத்தி ஒன்னே காணாத நெஞ்சு காத்தாடி போராடுது. അയ്യോ സാർ, പൊഴുതായി പോச்சு നല്ല അത് ഇതുമായിട്ട് വളരെ സിങ്കായിട്ട് വരുന്നുണ്ട്. അതെ അതെ. ഞാൻ വിചാരിച്ചു ആ ചരണം കഴിഞ്ഞു കഴിഞ്ഞാൽ റോസാപ്പൂ എന്ന് തുടങ്ങുന്നതിന് പകരം ഇത് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. ഞാൻ പാടുന്നത് തന്നെ ഒരു നൂലിന്മേൽ കളിയാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ നേരത്തെ. നന്നായിരുന്നു. താങ്ക് യു സാർ. വെരി ഗുഡ്. അപ്പോ സുരാജ് ബാലയോടാണ് എന്നാണ് മണിക്കുട്ടൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. Again you got 2000 rupees in your account. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഒരു വീഡിയോ നമുക്ക് കാണാം. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശുമുത്തപ്പോ. സാറേ, ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേരെ ഈ വഴിയെ പോയായിരുന്നു. അവർക്ക് വഴിയൊന്നും അവരിപ്പോ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഒരു 100 രൂപ ഇട്ടാ സാറേ, മുത്തപ്പനുള്ളതല്ലേ. കണ്ടല്ലോ. കണ്ടു. ഈ സീനിൽ കാണിക്കുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? എ. പുലിയൂർ, ബി. പനത്തടി, സി. പ്രായിക്കര. പുലിയൂരിൽ നടക്കുന്ന സംഭവമാണ്. പക്ഷേ ഞാൻ ആൻസർ പറയാം ആദ്യം. പനത്തടി. അപ്പൊ നമുക്ക് എടുത്തിട്ട് പൂട്ടിക്കോ സാർ. ബി. പനത്തടി. പൂട്ടട്ടെ? പൂട്ടിക്കോ. പനത്തടിയെ ഞാൻ എങ്ങനെ പൂട്ടും? പനത്തടിയെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴത്തേനും നേരത്തെ ഡയലോഗ് ആണെങ്കിൽ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓരോ ഇതും ശ്രദ്ധിച്ചു. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന്റെ താഴെ പന എന്ന് പറഞ്ഞ എന്തോ കണ്ടു. ഫോറസ്റ്റ് ഓഫീസ്, പന സ്റ്റോപ്പ്, ആരൊക്കെ ഏതൊക്കെ ആക്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെ അവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ പന എന്നുണ്ട്. അപ്പം പുലിയൂർ നടക്കുന്ന, എനിക്ക് കൺഫ്യൂഷൻ ആയേനെ ഒരുപക്ഷെ അത് കണ്ടില്ലായിരുന്നെങ്കിൽ. കാരണം ഇത് പുലിയൂർ നടക്കുന്ന കഥയാണ്, പുലിമുരുകന്റെ സംഭവം. പനത്തടി അവിടെ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, പനത്തടി ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അഗൈൻ യു ഗോട്ട് 2000 rupees. ഇപ്പം അക്കൗണ്ടിൽ